എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ കുക്കിങ്ങും അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇന്നത്തെ വീഡിയോയിലില്ല. ഇത്തിരി നമ്മുടെ വീട്ടിലെ ജോലികളും എന്താണ് ഇന്നിപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കി ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നാണ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വർക്കിന് പോയിട്ട് ഉച്ചയാകുമ്പോൾ ഞാനിതാ തിരിച്ചെത്തിയിട്ടുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെയും അതേപോലെ ഉച്ചയ്ക്ക് തിരിച്ചു വന്നു, ഇന്നും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വർക്കൊക്കെ കുറവായതുകൊണ്ട് ഉച്ച വരെ ചെയ്തിട്ട് അങ്ങനെ വന്നു. അങ്ങനെ വന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു, കൊണ്ടുപോയതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് വന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മയക്കവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കിടന്നു, ഒരു 3:45 വരെ കിടന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ എണീറ്റ് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയിട്ടു. പിന്നെ ഇതാ വൈകുന്നേരം ഒരു വെയിലൊക്കെ താഴട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇനി ഒരു 4 മണി 4:30ക്ക് ശേഷമൊക്കെ തന്നെ വെയിലിങ്ങനെ ഒന്ന് തണുക്കുള്ളൂ. അപ്പോൾ അത് താഴട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ വെയിലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ കുറച്ച് വിറക് ചുള്ളികളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കുറച്ചും കൂടെ എടുത്തിട്ട് അവിടെ കൊണ്ട് വയ്ക്കാം കേട്ടോ. വിറക് പരിയിൽ കൊണ്ട് വയ്ക്കാം. നമുക്ക് ഇങ്ങനെ അടുപ്പ് കത്തിക്കാനൊക്കെ ഇങ്ങനെ കൊള്ളി തന്നെ ഇട്ടിട്ട് കത്തിച്ച് വെച്ചാൽ നമ്മുടെ ഈ ചുള്ളിക്കമ്പ് പോലത്തെ വിറകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ കിടന്നിങ്ങനെ ചതലൊടിച്ച് പോവുകയുള്ളൂ. അപ്പം ഞാനതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അങ്ങോട്ട് എടുത്ത് വയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. ഒരുപാടൊന്നും ചെയ്യാനായിട്ട് നിന്നില്ല, കുറച്ചൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. കുറച്ച് വിറകൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. എല്ലാം കൂടെ അങ്ങോട്ട് മറിക്കാനൊന്നും പറ്റില്ലല്ലോ. ആവശ്യത്തിനുള്ളത് കുറച്ച് കുറച്ച് അങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ വിറകൊക്കെ ഒന്ന് പെറുക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ നാളെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ. നാളെ 25-ാം തീയതി ക്രിസ്മസാണ്. ഇന്നിപ്പോൾ തലേദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മക്കളും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, വിരുന്ന് പോയിരിക്കുകയാണ്. കുട്ടികളും ഇല്ല. അപ്പോൾ എന്തായാലും കുട്ടികളും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പുൽക്കൂട് ഒരുക്കണോ എന്നുള്ളൊരു ഡൗട്ടിൽ അങ്ങനെ ഇരുന്നതാണ്. പിന്നെ എന്തായാലും പുൽക്കൂട് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയതുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ അങ്ങനെ എന്താ പറയുക, കഷ്ടപ്പെട്ട് പുൽക്കൂട് പുതിയത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ തവണ പുൽക്കൂട് ഉണ്ടാക്കിയത് ഞാൻ അങ്ങനെ സൂക്ഷിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം വെക്കാമെന്നും പറഞ്ഞിട്ട്. നമ്മൾ എപ്പോഴും ഇങ്ങനെ പുൽക്കൂടൊന്നും ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല. എന്നാലും ഇതപ്പോൾ കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മളിങ്ങനെ പുൽക്കൂടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വിറകിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു കോരാനായിട്ട് നിന്നു. വീടെന്ന് പറയുമ്പോൾ മുറ്റും എല്ലാം അവിടെ ഒന്ന് അടിച്ചു കൂട്ടി എല്ലാ ഭാഗത്തും തീയിട്ടു. പിന്നെ അപ്പോഴത്തേക്കും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ മുഷിഞ്ഞപ്പോൾ ഞാനിതാ മേലൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ. മേല് കഴുകി പിന്നെ എന്നിട്ടാണ് ഞാൻ പുൽക്കൂട് ഒരുക്കാനായിട്ട് നിന്നത്. സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 6 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ പുൽക്കൂട് വെക്കാനായിട്ട് നിന്നത്. അപ്പോൾ നമ്മുടെ അകത്തുള്ള പുൽക്കൂടും എന്താ പറയുക അതിൻ്റെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവച്ച് തട്ടിക്കൊട്ടി വെച്ചു. പിന്നെ ഇതാ നമ്മൾ പുൽക്കൂടിൻ്റെ അകത്ത് വെക്കാനായിട്ട് പുല്ലോ വൈക്കോലൊക്കെ വേണമല്ലോ. അപ്പോൾ അത് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ പെട്ടെന്നാണ് നമ്മുടെ തൊടിയിൽ ഇങ്ങനെ കുറേ പുല്ലുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ വൈക്കോലൊന്നും എടുക്കാനായിട്ട് പോകണ്ട, തൊടിയിൽ പുല്ല് തന്നെ പറിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തൊടിയിൽ പോയി ഒരു കെട്ട്, അതായത് ഒരു പിടി പുല്ല് വലിച്ച് അതുപോലെ അങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. വൈക്കോലോ പുല്ലോ ഒക്കെ വേണമല്ലോ, നമ്മുടെ കാലിത്തൊഴുത്താണല്ലോ, അതിൻ്റെ സെറ്റപ്പൊക്കെ ഇടണ്ടേ. അതുകൊണ്ട് കുറച്ച് പുല്ലൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് അതെല്ലാം അരിഞ്ഞു കൂട്ടി ഞാനിത് അവിടെ പുൽക്കൂട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു തിണ്ണൻ്റെ ആ ഒരു ഭാഗത്താണ് പുൽക്കൂട് വെക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് എന്താണ് വെറ്റിലി ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുൽക്കൂടൊക്കെ വെച്ച് നമ്മുടെ ഈ മാല ബൾബൊക്കെ ഇടുമ്പോൾ ഈ ഒരു ഭാഗം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ആ വെറ്റിലിൻ്റെ അതിൽ കൂടെ മാല ബൾബൊക്കെ തൂക്കുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് തന്നെ കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ പുൽക്കൂട് വെച്ചത്. ഇപ്രാവശ്യം അതുപോലെ തന്നെ പുൽക്കൂട് അവിടെ തന്നെയാണ് വെക്കുന്നത്. കഴിഞ്ഞ തവണ കുറച്ചും കൂടെ നന്നായിട്ട് വെച്ചു, കാരണം അതിൻ്റെ അടിയിൽ കാർഡ്ബോർഡ് പോലത്തെ സംഭവമൊക്കെ വെച്ച് മണ്ണും ഇതെല്ലാം ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് നല്ലൊരു വീട്ടിൻ്റെ അല്ലെങ്കിൽ പുൽക്കൂട് നല്ലൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ പുൽക്കൂട് വെറുതെ ഒന്ന് വെച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേ കല്ലുകളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മുറ്റത്ത് നിരത്തി പിന്നെ പുല്ലൊക്കെ വിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ എന്താ പറയുക പുൽക്കൂടിൻ്റെ അകത്ത് വെക്കുന്ന എന്താ ആട്ടിൻകുട്ടികളും എന്താ അതിൻ്റെ കുറച്ച് നമ്മളെ കൂട്ടിനകത്ത് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉണ്ണിയേശുവിൻ്റെ പപ്പയും മമ്മിയും പറഞ്ഞ പോലെ അവരെയൊക്കെ ഒന്ന് വെച്ചു. പിന്നെ കുറേ ഭടന്മാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച്
പിന്നെ ഇതാ കുറച്ച് മാല പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പുൽക്കൂട് ഇങ്ങനെ കാണാനായിട്ട് അത്ര വലിയ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും രാത്രി നമ്മളിങ്ങനെ മാല ബൾബൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒരുക്കി വെക്കുകയാണ്. പിന്നെ ഏട്ടൻ വന്നിട്ടാണ് കേട്ടോ ബൾബൊക്കെ ഇട്ടത്, കണക്ഷനൊക്കെ കൊടുക്കണമല്ലോ ഇവിടേക്ക്. അപ്പോൾ പുൽക്കൂട് മാത്രം ഉണ്ടാക്കിയാൽ മതി, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട, കറണ്ടിലൊന്നും കളിക്കണ്ട. ഞാൻ വരുമ്പോഴത്തേക്കും കറണ്ടിൽ കളിച്ചാൽ ഇങ്ങനെ മടിയായിട്ട് നിൽക്കുമെന്നും പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പേടിപ്പെടുത്തി. അപ്പോൾ പിന്നെ ഞാനും പിന്നെ അങ്ങനെ അതിനൊന്നും നിന്നില്ല കേട്ടോ, അതിനൊന്നും നമുക്ക് പറ്റൂല. അപ്പം ഞാൻ എന്തായാലും നമ്മളിതാ തട്ടിക്കൂട്ടി ഒരു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ സ്റ്റാർ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ 2 ദിവസം മുമ്പെങ്കിലും പുൽക്കൂട് വെക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മക്കളും പോയതുകൊണ്ട് അതിനൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും തലേദിവസം ആയപ്പോൾ എന്തോ ഒരു ഇത് തോന്നിയപ്പോൾ എന്തായാലും വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പുൽക്കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഇതാ കണ്ടില്ലേ, നമ്മുടെ മാലാഖയൊക്കെ ചെടിച്ചട്ടി ഉണ്ടല്ലോ, പൂച്ചെടി ചട്ടി, അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. മാലാഖനെ നമ്മളിങ്ങനെ ഫ്രണ്ടിലാണ് വെക്കുക, ഇങ്ങനെ കാവൽ മാലാഖയായിട്ട്. പക്ഷേ അവിടെ വെക്കാനൊന്നും കുറേ നോക്കി, പക്ഷേ അതൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെടിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് മാലാഖനെയൊക്കെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പുൽക്കൂട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് പുൽക്കൂടാണോ വേറെ വല്ലതും ആണോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് കണ്ടില്ലേ, നമ്മളെ മാല ബൾബൊക്കെ ഇട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ നമ്മുടെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് രാത്രി അങ്ങനെ വെച്ചു. പിന്നെ പുലർച്ചെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഉണ്ണിയേശുവിനെ കൊണ്ടുവയ്ക്കുക. പുലർച്ചെ ഉണ്ണിയേശുവിനെ വെക്കാനായിട്ട് ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 6:45 7 മണിയാകുമ്പോൾ ഉണ്ണിയേശുവിനെയൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ഇന്നിപ്പോൾ ഇതാ രാവിലെ നേരത്തെ കുളിയും കഴിഞ്ഞ് ഞാനും ഏട്ടനും കൂടെ അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് അയ്യപ്പൻ വിളക്കാണ്. അപ്പോൾ ഉണ്ണിയേശുവിനെയൊക്കെ അകത്ത് വെച്ച് ഞാനിതാ അയ്യപ്പനെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ഇതാണ് മക്കളെ ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയൊന്നും നോക്കില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ക്രിസ്മസ് വന്നാലും ചിലപ്പോൾ ബക്രീദ് വന്നാലും ഒക്കെ ഞങ്ങൾ ആഘോഷിക്കും, പറ്റുമ്പോഴൊക്കെ കേട്ടോ. എപ്പോഴും ആഘോഷിക്കുന്നൊന്നുമില്ല. നോയമ്പ് വരുമ്പോൾ നോയമ്പ് എടുക്കും, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുപോലെ കേട്ടോ, നമ്മൾ ഈസ്റ്ററിന് പെസഹ അപ്പം ഉണ്ടാക്കിയിട്ട് വിഷുക്കണി ഒരുക്കിയ ടീമാണ്. എന്തായാലും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെന്തായാലും അമ്പലത്തിൽ വന്നു, നെയ്വിളക്കിനൊക്കെ കൊടുത്ത് നെയ്വിളക്കൊക്കെ കഴിച്ചു, തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടുത്തെ നമ്മളിങ്ങനെ ഗണപതി ഹോമം കഴിച്ചിട്ട് കിട്ടുമല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല മുരുമുരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ ഇന്നിപ്പോൾ സദ്യയൊക്കെ ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ കലവറയിലൊന്ന് കയറി, അങ്ങനെ എല്ലാവരും സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു തിരക്കിലാണ്. അങ്ങനെ എന്തായാലും അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കണ്ടു. പിന്നെ വൈകുന്നേരം അയ്യപ്പൻ പാട്ടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കടയൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, അവരൊക്കെ രാവിലെ തന്നെ വന്ന് അവരുടെ കടകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കും, വേല പോലെ അല്ലെങ്കിൽ പൂരം പോലെയാണ് കേട്ടോ അവിടെ. ഈ ഒരു സമയത്ത് നിശബ്ദമായിരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ ഇവിടെ കാപ്പിക്കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഗ്രൗണ്ടാണ് കേട്ടോ, ഏക്കർ കണക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ രാവിലെ നോക്കിയാൽ പതിവ് കാഴ്ചകളാണ്. എക്സസൈസ് ചെയ്യുന്നവർ, ഓടാൻ വരുന്നവർക്കൊക്കെ ഇതൊരു ഗ്രൗണ്ട് നല്ലൊരു യൂസ്ഫുള്ളാണ്. കുറേ പയ്യന്മാരൊക്കെ അവിടെ വന്ന് എക്സസൈസ് മോർണിംഗ് വാക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഞ്ഞുണ്ട്, 7 മണിയായിട്ടുള്ളൂ, പക്ഷെ മഞ്ഞ് മാറിയിട്ടില്ല. അപ്പോൾ നല്ല നല്ല തണുത്തൊരു പ്രഭാതമാണ് കേട്ടോ ഇപ്പോൾ. ഇനിയിപ്പോൾ എന്തായാലും അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ തന്നെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അടുപ്പത്ത് തീയൊന്നും ഇടുന്നില്ല, ഇവിടെ തന്നെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.